അല്ലല്ല, ഞാൻ പറയുന്നത് WCC ഫോം ചെയ്തതിന് ശേഷമാണ് ടൈംസ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതിന് ശേഷമാണ് മീ ടു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതൊരു വലിയ കാര്യമല്ല. ബിക്കോസ് ഇവിടെ നിന്ന് തുടങ്ങി എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം. ബിക്കോസ് അവിടെ ടൈംസ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടായ സമയത്ത് BBC ഒരു റിപ്പോർട്ട് ചെയ്തത് തന്നെ അങ്ങനെയാണ്. ഇതിന് മുന്നേ കേരളം പോലെയുള്ള ചെറിയൊരു മൂവി ഇൻഡസ്ട്രിയിലാണ് ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. പക്ഷെ അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ആ ഒരു ഇൻസിഡൻറ്റിൽ ആ ഇൻസിഡൻറ്റ് സർവൈവ് ചെയ്ത ആക്ട്രസ് അവരെഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. ഇത്രയധികം കോൺവെർസേഷൻസും ഡിസ്കഷൻസും അതിൻ്റെ പിന്നിലുണ്ടായത് ഒരാളുടെ ബ്രേവറിയാണ്. അവരെടുത്ത സ്റ്റാൻഡിൻ്റെ ബലത്തിലാണ് ഇത്ര വരെ ഈ മൂവ്മെൻറ്റ് എത്തിയിട്ടുള്ളത്. WCCയുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ വളച്ചൊടിക്കപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് വെച്ചിട്ടൊക്കെ നമ്മൾ പറയുന്ന, ഇപ്പം ഞാൻ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. ഒരിക്കലും ആരെയും ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെയും അധിക്ഷേപിച്ചുകൊണ്ടോ നമ്മൾ എപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ ഇല്ലാത്ത കാര്യം എന്താണെന്നാണ് നമ്മൾ പറയാൻ. ഇവിടെ നമുക്ക് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ്സ് ഇല്ല, ഇവിടെ നമുക്ക് കൃത്യമായ ഒരു വർക്ക് സ്പേസ് എൻവയോൺമെൻറ്റ് ഇല്ല. നമ്മൾ ഇതാണ് പറയുന്നത്. പക്ഷേ വേറെ തരത്തിലാണ് അത് പലപ്പോഴും പ്രസൻറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അത് സ്പെഷ്യലി സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ അങ്ങനത്തെ ഭയങ്കര മിസ്ലീഡിങ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കണ്ടിട്ടുള്ളത്. അത് ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ മീഡിയം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞൊരു 5 ഇയേഴ്സിലാണ് ഇത്രയധികം ഇതിൻ്റെ ഒരു റീച്ച് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു എത്തിക്കൽ കോഡൊക്കെ ഇപ്പോഴും ഫോമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ കാണാണ് ഇൻ്റർനെറ്റ് ബൂം ചെയ്യണത്. അപ്പോൾ ജേർണലിസം, ഇപ്പോൾ അല്ലാത്ത ജേർണലിസത്തിന് കൃത്യമായ മോറൽ കോഡും എത്തിക്സും ഒരു 4th പില്ലർ ഓഫ് ജേർണലിസം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സ്പേസാണ് ജേർണലിസം. അത്രയും സീരിയസ് ആയിട്ടുള്ള ഇൻപുട്ടാണ് നമ്മുടെ ഡേ ടു ഡേ സോഷ്യൽ പൊളിറ്റിക്കൽ ലൈഫിൽ ജേർണലിസം ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രളയം വരുമ്പോൾ എല്ലാ ന്യൂസ് ചാനൽസും ഒരു ആഡും കാണിക്കാതെ പ്രളയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കണം എന്ന് അവരെടുക്കുന്നൊരു സ്റ്റാൻഡ് വളരെ മോറലും എത്തിക്കലുമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ആ മോറൽ ആൻഡ് എത്തിക്കൽ കോഡ് ഇനി സോഷ്യൽ മീഡിയ ജേർണലിസത്തിലേക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇനി I think the future of media is internet, considering everybody ഇന്ന് രാവിലെ പേപ്പർ വായിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ഫോണിലാണ് ന്യൂസ് വായിക്കുന്നത് എന്നൊരു സ്പേസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഐ തിങ്ക് സോഷ്യൽ മീഡിയ ജേർണലിസത്തിന് കൃത്യമായ എത്തിക്സും മോറൽ കോഡും ഉണ്ടാവേണ്ടത്